നമുക്കിന്ന് അടിപൊളി ഒരു മോരുകറിയുടെ റെസിപ്പി നോക്കിയാലോ. അതിനുവേണ്ടി കുമ്പളങ്ങയാണ് കഷ്ണങ്ങളായിട്ട് എടുത്തത്. കുമ്പളങ്ങയും പച്ചമുളകും കറിവേപ്പിലയും മഞ്ഞൾപ്പൊടിയും ലേശം ഉപ്പും കുറച്ച് വെള്ളം കൂടെ ചേർത്ത് ഒരു 10 മിനിറ്റ് അടച്ച് വെച്ച് വേവിക്കുക. 10 മിനിറ്റ് കഴിയുമ്പോൾ നല്ല അടിപൊളി സ്മെല്ലൊക്കെ വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് ആഡ് ചെയ്യാൻ നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അരപ്പിനായിട്ട് കുറച്ച് തേങ്ങ, പച്ചമുളക്, ചെറുള്ളി, വെളുത്തുള്ളി ഓപ്ഷണലാണ്. ടേസ്റ്റ് ഇഷ്ടമുള്ളവർ മാത്രം ആഡ് ചെയ്യുക. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി, ജീരകം ഇവയെല്ലാം ചേർത്ത് നല്ല വെണ്ണ പോലെ മിക്സിയിൽ അരച്ചെടുക്കുക. എന്നിട്ട് ഈ അരപ്പ് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന കുമ്പളങ്ങയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ മോരുകറി ഉണ്ടാക്കുമ്പോൾ എപ്പോഴും നമ്മൾ നല്ല പുളിയുള്ള തൈരാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് തൈര് മിക്സിയിൽ ഇതുപോലെ അടിച്ചെടുത്ത് നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ തൈര് ഒഴിച്ചതിന് ശേഷം ഒരിക്കലും തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യരുത്. ചൂടായി കഴിഞ്ഞാൽ തന്നെ സ്റ്റൗ ഓഫ് ചെയ്ത് വെക്കുക. പിന്നെ അവസാനം നമുക്ക് കടുക് പൊട്ടിച്ച് ചേർക്കണം. ഒരു പാനിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ കടുക്, ഉലുവ, ചുവന്നുള്ളി, കറിവേപ്പില, വറ്റൽമുളക്, പിന്നെ അവസാനം കുറച്ച് മുളക് പൊടി ഇവയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് മൂത്തതിന് ശേഷം നമുക്ക് കറിയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇവയെല്ലാം ഇളക്കി യോജിപ്പിച്ച് നമ്മുടെ ചൂട് ചോറിലേക്ക് ഒഴിച്ച് ഒരു പിടി പിടിച്ചാലുണ്ടല്ലോ സൂപ്പറായിരിക്കും.